മയക്കുമരുന്നുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള എന്തെങ്കിലും സൂചനകൾ നമുക്ക് സഹപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചു? ഈ കീർത്തനയ്ക്ക് ശേഷം നമ്മൾ ഇവളെ വിളിപ്പിച്ചു, കാവ്യയെ വിളിപ്പിച്ചു. എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു. ആർക്കെങ്കിലും ഇതിൽ പങ്ക് ഉണ്ടെങ്കിൽ അവരുടനെ റിസൈൻ ചെയ്ത് പോയിക്കൊള്ളണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ സിസ്റ്റത്തിൽ നിൽക്കരുത്, കാരണം ഈ സിസ്റ്റത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഈ മച്ചന്മാരെ നമസ്കാരം. അല്ലെങ്കിലും രാവ് പകലാക്കി കഷ്ടപ്പെട്ട് പഠിച്ച് പൈസ കൊടുക്കാനില്ലാതെ PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് വന്ന ടീച്ചേഴ്സിന് ആർക്കും വേണ്ട. ഇങ്ങനെയുള്ളതിനൊക്കെ മതി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, പിന്നെ എന്ത് കോപ്പിനാണ് സ്ത്രീ സംവരണവും പ്രിയദർശിനി ഫ്രീ യാത്രയും എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം ഉണ്ട്. വേലി തന്നെ വിളവ് തിന്നാൽ പിന്നെ എന്താ ചെയ്യുക? ഇവളുമാരൊക്കെ പഠിപ്പിച്ചു വിടുന്ന പിള്ളേരുടെ അവസ്ഥ മുമ്പും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ നല്ല നല്ല പെൺപിള്ളേരുടെ ഫോട്ടോ നല്ല ബ്രോക്കർമാരുടെ കയ്യിലൊക്കെ ഉണ്ടാവുക. ഇപ്പം നേരെ തിരിച്ചാ. നമ്മുടെ പെൺപിള്ളേരുടെ ഫോട്ടോയൊക്കെ പോലീസുകാരുടെ കയ്യിലും എക്സൈസുകാരുടെ കയ്യിലൊക്കെയാണ്. പാവം പിടിച്ച നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഒരു കല്യാണം ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം ചകഞ്ഞ് നോക്കിയാലോ. എന്തായാലും നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. സംഭവങ്ങൾ കളറാവട്ടെ.